വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബാബു നസർ എന്ന് പറഞ്ഞില്ലായിരുന്നു. ആ ബാബു നസറിൻ്റെ മുമ്പ് നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ബാബു നസർ. ഈ ഒരു ബാബ്, ഇവിടെ ഒരുപാട് ബാബുകളുണ്ട്. അപ്പം ഇത് ബാബു നസർ. അപ്പം നമ്മൾ ഈ ഒരു റൂട്ടിലായിരുന്നു കഴിഞ്ഞ വട്ടം വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, ഞാനൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ് കഴിച്ചിരുന്നു. അപ്പം അതൊക്കെ ഈ ഒരു റൂട്ടിലാണ്. ഇനി നമ്മൾ പോകുന്നത് ബാബുൽ ഫുത്തൂഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ആ ബാബ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാബു നസർ ട്ടാ. ഇനി നമുക്ക് പോകാനുള്ളത് ബാബുൽ ഫുത്തൂഹ് ഷാരിയൽ മൊയ്സ് ഭാഗത്തേക്കാണ്. ഇവിടെ ഈ കാണുന്നത് ഒരു വലിയൊരു കോട്ട മാതിരി ഒരുപാട് മതിലുകളുണ്ട്. ഇങ്ങനെ വലിയ മതിലാണ്. അപ്പം അതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് അബ്ദുൽ ഹക്കീം മോസ്ക് ഒക്കെ വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുക, കോട്ടയുടെ അല്ലെങ്കിൽ ഈ ഒരു മതിൽക്കെട്ടിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നിട്ട് ബാബുൽ ഫുത്തൂഹിലേക്ക് പോവാം. എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ അവിടുന്ന് കാണാം. അവിടെ തന്നെ തൊട്ടടുത്ത്, അതായത് ബാബുൽ ഫുത്തൂഹിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പറയപ്പെടുന്ന അബ്ദുൽ ഹക്കീം മോസ്ക് വരുന്നത്. അത് വലിയൊരു മസ്ജിദാണ്. ഏതാണ്ട് അൽ അസ്ഹർ മോസ്ക് നിർമ്മിച്ച അതേ സമയത്ത് തന്നെ ആയിട്ടാണ് ആ ഒരു മസ്ജിദ് നിർമ്മിച്ചത്. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗ് കൂടിയാണ്. പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈജിപ്ത് സന്ദർശകർ, ഈജിപ്ത് കാണാൻ വരുന്ന ആളുകൾ കൂടുതലും കാണാൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ഈ ഒരു വ്ളോഗ് സ്പെഷ്യലാണ്. അപ്പം ഈജിപ്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഈജിപ്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇടം കൂടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഷാരിയൽ മൊയ്സ്, അതുപോലെ തന്നെ പറഞ്ഞ മസ്ജിദ്, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് മസ്ജിദുകൾ നമുക്ക് ഈ ഒരു മസ്ജിദിന് അപ്പുറമായിട്ട് പരിചയപ്പെടുത്താനുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു പക്ഷേ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുക ഒരു അടിപൊളി മസ്ജിദിൽ നിന്നുകൂടിയായിരിക്കും. ഫൈനലി നമ്മൾ ബാബു നസറിന് നടന്ന് ഇപ്പോൾ ഇതാ ബാബുൽ ഫുത്തൂഹിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ബാബുൽ ഫുത്തൂഹ് കേട്ടോ. ഇതിൻ്റെ ഉള്ളോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ബാബുൽ ഫുത്തൂഹിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ഇതാണ് ബാബുൽ ഫുത്തൂഹ്. ഇവിടെ എഴുതി വെച്ചിട്ട് കാണാൻ പറ്റും ബാബുൽ ഫുത്തൂഹ് എന്നതാ. ഈ ഒരു ഫുത്തൂഹ് ബാബിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മക്കാമ് കാണാൻ പറ്റും. ചോദിച്ച സമയത്ത് അറിയാൻ പറ്റിയത് ഏതാ മഹാനൊന്നും അറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിലാകുന്നില്ല. ഇതൊരു മഹാൻ്റെ മക്കാമാണ് കേട്ടോ. ഫൈനലി നമ്മളിതാ ബാബുൽ ഫുത്തൂഹിൻ്റെ ഉള്ളിലൂടെ കടന്ന് ഉള്ളോട്ടെത്തിയിട്ടുണ്ട്. ഇതാണ് അബ്ദുൽ ഹക്കീം മോസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഇന്ന് അബ്ദുൽ ഹക്കീം മോസ്ക് തന്നെ കാണാൻ പോട്ടാ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹീറോയുടെ ചരിത്രങ്ങളും ഈ ഒരു ബാബുൽ ഫുത്തൂഹിൻ്റെ പ്രത്യേകത, ഷാരിയൽ മൊയ്സ് സ്ട്രീറ്റ് എല്ലാം ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വിസിറ്റിന് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ മുമ്പ് തന്നെ ഇത് നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇവിടെയുള്ള സംഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇതുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാ. ബാബുൽ ഫുത്തൂഹ് ജാമിൽ ഹക്കീം ബിൽ അംർ, ആ പള്ളിയാണ്, ആ മസ്ജിദാണ് കേട്ടോ അവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റിയ പല സ്ഥലം, മൻസിൽ മുസ്തഫ ജാഫർ എന്നിട്ടുള്ള അവരെ വീട്, അങ്ങനെ ഒരുപാട് 27ഓളം സ്ഥലങ്ങൾ, 33ഓളം സ്ഥലങ്ങൾ. ബാബു സുവേരിയ ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും നമ്മളെ ബ്ലോഗ് അവസാനിക്കട്ടെ. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം ശ്രമിക്കും. ഇതാണ് ഷാരിയൽ മൊയ്സ് സ്ട്രീറ്റ്. ഇത് അറിയപ്പെട്ട സ്ട്രീറ്റാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വരുന്ന ആളുകൾ ഇവിടെ മസ്റ്റായിട്ട് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നായിരിക്കും വ്ളോഗ് അവസാനിപ്പിക്കുക. ബാബു സുവേലിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്കിനി എന്ത് ചെയ്യുക, ഈ ഒരു മോസ്ക് വിസിറ്റ് ചെയ്യട്ടാ. ഫൈനലി ഗൈസ് നമ്മളിതാ അബ്ദുൽ ഹക്കീം മോസ്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഞാനിതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് താമസിക്കുന്നത്. പിന്നെ എന്താ 1050 വർഷം പഴക്കമുള്ള ഒരു മസ്ജിദാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി മോസ്കാണ് ഗൈസ്. ഒരുപാട് സൗകര്യങ്ങൾ, കാരണം പുറത്തുള്ള ആളുകളൊക്കെ അവിടെ വന്ന് വിസിറ്റ് ചെയ്യട്ടോ. ഇതാണ് ഈ മസ്ജിദിന് ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ. നോക്കൂ, അടിപൊളി മോസ്കാണ്. ഞാനിത് എന്താ പറയുക, ഇങ്ങനെ കാണിക്കണമെന്നുള്ള നിലക്ക് ഇങ്ങനെ ജബറാക്കി വെച്ചതാണ്. ഇതാണ് മോസ്ക്, അബ്ദുൽ ഹക്കീം മോസ്ക് എന്ന് പറയും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു മസ്ജിദ് ഏകദേശം 26 കൊല്ലോ അങ്ങനെ എന്തോ ഒരു ടേം കണക്കാൻ അനുസരിച്ചാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം കംപ്ലീറ്റ് ആകുന്നത്. അപ്പം അത്രക്കും സമയം പഴക്കമുള്ള ഫാത്തിമീഡുകളെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു മോസ്ക് കൂടിയാണിത്. അപ്പം ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ഒരു മോസ്ക് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം അടുത്ത് പുതുക്കി പണിഞ്ഞത് കൂടിയാണ് കേട്ടോ. അൽ അസ്ഹർ മസ്ജിദിൻ്റെ അതേ സമയത്ത്, അതായത് ഫാത്തിമിഡുകളെ സമയത്ത് ഒരുപാട് കാലം ഈ ഫാത്തിമിഡുകൾ എന്ന് പറഞ്ഞാൽ ഷിയാക്കളായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ ഈജിപ്തിലേക്ക് കടന്നു വരികയും
അവർ മുരടിച്ചു പോയി. മൊത്തത്തിൽ അവരെ വേരോടെ പെയ്തെറിഞ്ഞത് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളാണ്. പിന്നെ ഓൾറെഡി മിസിലുകൾക്കൊരു സുന്നി ആശയം, ശക്തമായ ആശയം ഉണ്ടായിരുന്നു. കാരണം അത്ര വർഷത്തോളം, നൂറ്റാണ്ടുകളോളം ഈ പറയപ്പെട്ട ഈ ഫാത്തിമീടുകളെ സംഭവത്തിൽ ഞെരിഞ്ഞമർന്ന് നിന്നൊരു സാഹചര്യമായിരുന്നു. അവരെ ആശയം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയൊരു സംഭവമായിരുന്നു. പക്ഷേ പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ വരികയും ഈ പറയപ്പെട്ട അവരെ ആശയങ്ങൾ വേരോടെ പെയ്തെറിഞ്ഞ് അവരെ തന്നെ വംശം തന്നെ ഇല്ലാണ്ടാക്കിയൊരവസ്ഥയൊക്കെയായിരുന്നു. അപ്പം അതിമനോഹരമായ ഈ ഒരു മസ്ജിദിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മസ്ജിദിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചുറ്റിലും നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. മെയിനായിട്ട് ഇവിടെ തന്നെയാണ്. ഞാൻ എപ്പോഴും പണി നടക്കുന്ന മസ്ജിദ് കൂടിയാണ് കേട്ടോ. ആളുകളിങ്ങനെ പുറത്താക്കുന്നുണ്ട്. കാരണം അടുത്ത വരുന്ന ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. മാഷാ അല്ലാഹ്, ഇതിൻ്റെ തൂണുകളൊക്കെ കണ്ടോ? എന്തായാലേ അജാതി വലിപ്പമുള്ള തൂണാണ്. മുകൾ ഭാഗത്താണെങ്കിൽ തന്നെ മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ലൈറ്റുകൾ കാണാൻ പറ്റും. ഈ ലൈറ്റ് ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അക്കീം ഉസ്താദ് ഒരു പക്ഷേ ഇവിടുന്ന് കണ്ടിട്ടാവാം നോളജ് സിറ്റിയിൽ ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അൽ അസ്ഹർ മോസ്കിൽ മാത്രമല്ല നമുക്ക് ഇത്തരത്തിലുള്ള ലൈറ്റ് കാണാൻ പറ്റുക. അല്ല, ഇവിടുത്തെ ഈജിപ്തിലെ ഏകദേശം മസ്ജിദുകളിലും ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ അലങ്കാരമായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കാണാൻ പറ്റും. രാത്രിയാണ് ഒന്നുകൂടി ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് വലിയൊരു സംഭവം കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മുകളിൽ കാലിഗ്രാഫി ചെയ്തിട്ടുണ്ട്. എവിടെ ഇതിൻ്റെ മുകളിൽ കണ്ട എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അൽ കഹ്ഫാൻ തോന്നുന്നു. പല സംഗതികളും നമുക്ക് കാണാൻ പറ്റും. അവിടെ അങ്ങനെ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെമ്പർ കാണാൻ പറ്റും. മാഷാ അല്ലാഹ്, അടിപൊളി മോസ്കാണ്. എൻകേസ് ആർക്കെങ്കിലുമൊക്കെ ഈ പറയപ്പെടുന്ന ഈജിപ്ത് യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഒരു നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടേക്കൊക്കെയാണോ പോകാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫൈനലി ഗൈസ്, നമ്മൾ മസ്ജിദിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളിനി ഷാരിൽ മൊയ്സ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് ഇപ്പം മഗ്‌രിബിൻ്റെ സമയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ വ്ളോഗും ഈ ഒരു സമയത്തേക്ക് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്തേക്ക് ആവുന്നത്. അപ്പോൾ നമ്മളിനി ഷാരിൽ മൊയ്സ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഷാരിൽ മൊയ്സ് സ്ട്രീറ്റിലേക്ക് കടക്കാൻ പോവാണ്. പൊതുവെ എല്ലാവരും ആടുന്ന് ഇങ്ങോട്ടാണ് വരല്, ഞാൻ ആടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഷാരിൽ മൊയ്സ് സ്ട്രീറ്റിൽ കടന്നിരിക്കുകയാണ്. അവിടെ തന്നെ ഒരു മസ്ജിദ് കാണാൻ പറ്റും. അത് പൂട്ടിയിട്ടാവാനാണ് ചാൻസ്. ഇവിടെയൊക്കെ ശീശൻ്റെ സംഭവങ്ങൾ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഷാരിൽ മൊയ്സ് സ്ട്രീറ്റ് ഗൈസ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, ഈജിപ്തിൽ ആരൊക്കെ കറങ്ങാൻ വരുന്നുണ്ടോ അവരൊക്കെ ഈ ഒരു സ്ട്രീറ്റ് കണ്ടിട്ടേ പോകും. അതാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതോ ഒരു നാട്ടിലുള്ള ചങ്ങായി ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട്. അപ്പം ഇവിടെ പല സംഭവങ്ങളും കാണാൻ പറ്റും. ഇതൊരു മോസ്കാണ്. ഇത് പൂട്ടിയിട്ടാ. ഇതിൻ്റെ സമയം കഴിഞ്ഞപ്പം ഈ ഒരു മോസ്ക് പൂട്ടി. നമുക്ക് പിന്നീട് ഒരിക്കലും കാണിക്കാം. കണ്ടാ, ഏതാണ്ടൊരു 400 സംതിങ് ജാമിയ സബീൽ എന്ന് പറഞ്ഞിട്ടുള്ള മോസ്കാണ്. സുലൈമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോസ്കാണ്. അത് പൂട്ടിയിട്ട് ഗൈസ് പിന്നീട് ഒരിക്കലും നമുക്കത് വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പഴയ കാലത്തെ മദ്രസകൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. ഫ്രീ ആയിട്ട് കയറാൻ പറ്റുമുണ്ട്, അതുപോലെ തന്നെ പൈസ കൊടുത്ത് കയറേണ്ടതുണ്ട്. ഇഷ്ടമുള്ളതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് കയറേണ്ടത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫ്രീ ആയിട്ട് കയറി കാണാം. പക്ഷെ പൈസ കൊടുത്ത് കയറി കാണേണ്ടത് കാണാൻ മാത്രമൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. കാണുന്ന ഷോപ്പൊക്കെ ഉണ്ടല്ലോ, വെറും ചായക്ക് മാത്രമുള്ള കടയാണ് കേട്ടോ. ചായ കുടിക്കാൻ മാത്രം ചായയും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ അതിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാവും. അല്ലാതെ വേറൊന്നിനു വേണ്ടിയിട്ടും ഉള്ളതല്ല. അതുപോലെ തന്നെ ഒരുപാട് കരവിരുതുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കീ ചെയിനുകൾ കാണാൻ പറ്റും. ഇതിനായിട്ടുള്ള കടയാണ് കേട്ടോ. മോതിരങ്ങൾ പലതരത്തിലുള്ള. പിന്നെ ഇതൊരു സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ അതിനാത്രം പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫറോവകളെ മറ്റ് സംഭവങ്ങൾ കാണാൻ പറ്റും. സുവനീഴ്സുകൾ കേട്ടോ, പല ഐറ്റംസുകളുണ്ട്. ഈ ഒരു കടയിൽ നമ്മൾ ഇങ്ങനെ വന്ന സമയത്ത് കണ്ടതാണ്. ഞാനുണ്ട് കപ്പുകൾ കാണാൻ പറ്റും കേട്ടോ. അസ്സലാമു അലൈക്കും. നമ്മൾ പുറത്തേക്ക് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പം ഇതും ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഭക്ഷണമാണ് കേട്ടോ. ബിക്കം 50 70 50 നാട്ടിൽ ഏകദേശം ഒരു 100-ൻ്റെ മുകളിൽ വരും കേട്ടോ ഈ സംഭവങ്ങൾക്ക്. ശുക്രൻ ബാദേ ഇൻഷാ അല്ലാഹ്. ഈ ഒരു സംഭവമൊക്കെ കാണാൻ രാത്രിയാണ് രസം, പ്രത്യേക രസമാണ് രാത്രി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഇത് എന്താ പറയുക,
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചായ, കോഫി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് മാത്രമുള്ള കടകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അതുപോലെ നമുക്കിവിടെ ഒരു മസ്ജിദ് കാണാൻ പറ്റും. പഴയ കാലത്തുള്ള മസ്ജിദാണ് കേട്ടോ അത്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നീട് ഒരിക്കലും പരിചയപ്പെടുത്താം നമുക്ക്. നമ്മൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പോകുന്ന ഭാഗത്താണ് ഷാരി അൽ മൊയ്സ് എന്ന് പറയുന്നത്. തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഗ്‌രിബിന് ശേഷമാണ് കൂടുതലും ഇവിടെ തിരക്കുണ്ടാകുക. പോകുന്ന ചുറ്റുപാടുകളിലൊക്കെ ഉള്ള കടകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അധികവും ശീശ വിൽക്കുന്ന കടകളാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ ശീശാണ് ഗൈസ്. ഇവിടെ ശീശക്ക് ഒരു തരത്തിലുള്ള മുട്ടലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ശീശാണ് കേട്ടോ. ഇല്ലേ, ഫുൾ ശീശ, അതിൻ്റെ കോയിലുകൾ ഊതുന്ന സംഭവങ്ങൾ ഒക്കെ ശീശകളാണ് ഗൈസ്. നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകും തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മെയിനായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഷാരി അൽ മൊയ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് കേട്ടോ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ സംഗതി ഇതെന്താ, നമ്മളെ പിന്നിൽ ഈ കാണുന്ന സംഭവത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ഖത് ഖുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് പണ്ട് കാലഘട്ടത്തിൽ ഈ ഖുർആനൊക്കെ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ അവർക്ക് വന്നിരിക്കാനും വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് അന്നത്തെ രാജാവ് നിർമ്മിച്ച സംഭവമാണ് ഈ പിന്നിൽ കാണുന്ന ഈ ഒരു കെട്ടിടം. മാഷാ അല്ലാഹ്, വളരെ സന്തോഷമൊക്കെ കേട്ടപ്പം. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണല്ലോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. മുന്നോട്ട് തന്നെ ബാഗുകൾ കാണാൻ പറ്റിട്ടോ. ബാഗുകൾ ഒരുപാടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. ഈ മസ്ജിദിൻ്റെ പേരെന്താണ്? ഇതൊരു മദ്രസ ആണ് കേട്ടോ. മദ്രസ ഓഫ് അൽ ഹാക്കിം അയ്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള പോലെ അവരുണ്ടാക്കിയ മദ്രസ ആണ് അന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പം ഈ പറയപ്പെടുന്ന ഷാരി അൽ മൊയ്സിൻ്റെ മെയിൻ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് വിദേശികളെ അതുപോലെ തന്നെ സ്വദേശികളായ ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് തിരക്കാണ്. ശീശകളാണ് കേട്ടോ അത് കാണുന്നത്. നമ്മളിപ്പം മെയിൻ ഷാരി അൽ മൊയ്സിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. എന്താ അവിടുത്തെ പള്ളികളൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഫൈനലി നമ്മൾ മെയിൻ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പൈസ ഉണ്ട്. പൈസ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികളുണ്ട്. ഇവിടുത്തെ രാജാവിൻ്റെ വീട്, പള്ളി, മദ്രസ, വിശ്രമിക്കുന്ന സ്ഥലം, പലതും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഇടം കൂടിയാണ് കേട്ടോ അത്. ഞാൻ പരിചയപ്പെടുത്തി തരാം. മുമ്പ് പോയിട്ട് ഒരാളെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. എന്താ എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കൈറോയിലെ പഴയ തെരുവ് ഷാരി അൽ മൊയ്സ് ഇന്നും പ്രൗഢിയോടെ നിലനിൽക്കുന്നു. 10-ാം നൂറ്റാണ്ടിൽ അൽ ഫാത്തിമിഡുകളുടെ സമയത്താണ് ഈ ഒരു തെരുവ് നിർമ്മിക്കുന്നത്. അതും അൽ മൊയ്സ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതുകൊണ്ട് ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് ഇന്നും ഷാരി അൽ മൊയ്സ് എന്ന പേരിലാണ്. അതിപ്രൗഢമായ ഈ തെരുവിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈജിപ്തിൻ്റെ ഭരണാധികാരികളും ഉന്നതരും ഉപയോഗിച്ച പല സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലും പുറത്തുമായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മതപരമായ പല സംഗതികളുണ്ട്, മദ്രസകളുണ്ട്, പള്ളികളുണ്ട്, അവരുടെ വീടുകളുണ്ട്. അങ്ങനെ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. 10-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ ആ ഒരു നിർമ്മാണത്തിൻ്റെ പഴക്കം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു എപ്പിസോഡ് ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാതിൽ കടന്ന് അപ്പുറത്തേക്ക് പോയാൽ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബ ആദ്യമായി നിർമ്മിച്ച ആളെ മസാർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് ഒരു എപ്പിസോഡ് ചെയ്യട്ടോ. ബിദിനില്ല ബിതൗഫീഖില്ല. നമ്മൾ അസറിന് ശേഷം ഇറങ്ങിയതുകൊണ്ട് ഒരുപാട് പള്ളികൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബാബു സുഹൈലിയ ഭാഗത്ത് പോയാൽ അവിടെ നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാൻ കഴിയുമെന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും നമ്മൾ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ കല്ലുകൾ എന്തൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ആ ഹബീബി, നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഇവിടുത്തെ ഒരുപാട് പള്ളികളുണ്ട്. ആ പള്ളികൾ കയറി കാണുന്ന എപ്പിസോഡ് വേറെ തന്നെ ആക്കി ചെയ്യാൻ പറ്റും. ഇതിനത്ര പള്ളികൾ ഈ സ്ട്രീറ്റിലുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-15 ഇല്ല, ഒരു 7 പള്ളി എന്തായാലും കണ്ടു കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഒക്കെ എന്താണ് ഈ അസർ നിസ്കാരം കഴിഞ്ഞതോടുകൂടി കൂട്ടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കയറി കാണാൻ പറ്റൂല.
സ്ട്രീറ്റിൽ ഇപ്പോൾ തിരക്ക് കൂടി വന്നിട്ടുണ്ട്, വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട് നമുക്കൊരു മസ്ജിദിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടാണ്. നോക്കൂ, ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഞാൻ കയറിയതുകൊണ്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്കറിയാം. ഇവിടെ നമുക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലം കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയി വലത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം ഈ ഒരു മസ്ജിദ് മാഷാ അല്ലാഹ് പഴയ കാലത്തുള്ള 800 വർഷം പഴക്കമുള്ള മസ്ജിദാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ, അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെ സപ്പോർട്ടും അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ആളുകൾ കാണാൻ പറ്റുക, നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരിക ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഒരു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അസർ നിസ്കാരം ഓൾറെഡി അവിടുന്ന് കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അസർ നിസ്കാരം അബ്ദുൽ ഹക്കീം മോസ്കിൽ വെച്ച് നിർവഹിച്ചു. ഇനിയിപ്പോൾ മഗ്‌രിബിൻ്റെ സമയത്തോട് അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ളതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ നേരമില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോകാം. ഈ ഒരു മസ്ജിദാണ് കേട്ടോ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞത്. ഇതിൻ്റെ പേര് അൽ മുത്തഹർ എന്ന് പറഞ്ഞിട്ടാണ്. അലി അൽ മുത്തഹർ എന്നാണ് ഈ ഒരു മസ്ജിദിൻ്റെ പേര്. മുംകിൻ ദ ബിക്കം സന സുൽഫുമിയ 300 വർഷം പഴക്കട്ടെ. ഞാൻ 800 എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, അതിന് ചെറിയൊരു തിരുത്തുണ്ട്. ഏകദേശം 300 വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഇത് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഭാഗം ഖാനുൽ ഖലീലാണ് കേട്ടോ, നേരെ അങ്ങോട്ട് പോയാൽ മലീഷ്. ഇത് നേരെ ഷാരിൽ മൊയ്സ്. ആ കയറുന്ന എൻഡിൽ ഇടത്തെ ഭാഗത്തായിട്ടാണ് ഈ ഒരു പള്ളി വരുന്നത്. മാഷാ അല്ലാഹ് 300 വർഷം പഴക്കമുള്ള പള്ളി കേട്ടോ. അങ്ങനെ ഒരുപാട് പള്ളികൾ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ അസറിന് ശേഷം ആയതുകൊണ്ട് ഒക്കെ പൂട്ടിയതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാരിൽ മൊയ്സിൻ്റെ തുടങ്ങുന്ന ഭാഗത്തേക്കാണ് കേട്ടോ. അൽ അസ്ഹർ മോസ്കിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു ഷാരിൽ മൊയ്സ് സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് എന്താ പറയുക, അപ്പുറത്തുനിന്ന് തുടങ്ങിയോണ്ട് ഇതിൻ്റെ തുടക്ക ഭാഗത്തേക്കാണ് എത്തിയത്. ശരിക്കും ബാബുൽ ഫുത്തൂഹിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ അവിടേക്ക് പറയാം, പക്ഷേ ഷാരിൽ മൊയ്സിൻ്റെ തുടക്കം എല്ലാ ആളുകളും ഇവിടെ നിന്നാണ് തുടങ്ങാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു മസ്ജിദ് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് മസ്ജിദുകൾ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. അത് പിന്നീടുള്ള ഒരു വ്ളോഗിൽ നമുക്ക് പരിചയപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. ഇത് ഓപ്പൺ ആണെങ്കിൽ നമുക്കിപ്പം തന്നെ അത് കയറല്ലേ, പോയി നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഒരു മോസ്കിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതൊരു മദ്രസ കൂടിയാണ്. മദ്രസ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. മദ്രസ സുൽത്താൻ അഷ്റഫ് ബർസബിയ എന്ന് പറഞ്ഞിട്ടുള്ള മദ്രസ അവരെ പേരിലാണ്. അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാവാം ഇത് നിർമ്മിച്ചത്. മംലൂക്കികളതാണ് ഈ മദ്രസ വരുന്നത്. ഏകദേശം ഹിജറ 825-841 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. അതോടൊപ്പം 1425 ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ ഏകദേശം തക്രീബൻ നിങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും എത്ര കൊല്ലം വരുന്നുള്ളത്. നമുക്ക് പള്ളിയിലേക്ക് കിടക്കട്ടെ. അങ്ങനെ പള്ളിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. രണ്ട് സ്ഥലമുണ്ട് കേട്ടോ നിസ്കരിക്കാൻ. പിന്നിൽ കാണുന്ന ആ സ്ഥലവും അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന ഈ ഒരു സ്ഥലവും 3 സ്ഥലം. ഈ ഒരു സ്ഥലവും 3 അല്ല ഗൈസ്, 4 സ്ഥലം നമുക്ക് നിസ്കരിക്കാൻ. നടുവിലൊരു ഒഴിവ്. മാഷാ അല്ലാഹ്. ഞാനത് ശ്രദ്ധിച്ചില്ല, അവിടെ മൂടിയിട്ടതാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഈ ഒരു മസ്ജിദിൻ്റെ കാഴ്ചകൾ. മാഷാ അല്ലാഹ്. നമുക്ക് തവല്ലു ചെയ്യാനാണെങ്കിൽ അടിയിലേക്ക് ഇറങ്ങിപ്പോകാനും സൗകര്യമുണ്ട്. ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ഇൻഷാ അല്ലാഹ്. ഞാൻ പോകാൻ ഉദ്ദേശിച്ച മസ്ജിദ് ഒരു പക്ഷേ മുഗലക്കാവും, ബാബു സുവൈലിയ എന്ന് പറയും. അതിൻ്റെ വ്ളോഗ് നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ ഇവിടെ വിട്ടുപോയ മസ്ജിദുകളുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഏതായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഫൈനലി നമ്മൾ ഷാരിൽ മൊയ്സിൻ്റെ ആ ഒരു എൻഡിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മളെ വ്ളോഗ് ഈ ഒരു എൻഡിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് തിരക്ക് കൂടി നിൽക്കുന്ന സമയമാണ്.
ഒന്ന് പുറത്തിറങ്ങട്ടെ. അങ്ങനെ നമ്മളിതാ ഈ ഒരു മാർക്കറ്റിൻ്റെ കാഴ്ച അൽഹംദുലില്ലാ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. ഇനി പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ആക്കട്ടോ. അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്ത് വിടി. നമുക്കത് ഒരു ആവേശമാണ്. അസ്സലാമു അലൈക്കും.